എന്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും. തെരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി. എന്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ? ഞാൻ തിരക്കി. നീ എങ്ങോട്ടാ മോളെ? അമ്മ ഉറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. ആരോ വിളിച്ചതുപോലെ. ഇനി ജെയിംസ് എങ്ങാനും. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഞാനിവിടെ ഉറങ്ങാതെ കിടക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? മോളെ, നീ പോയി കിടക്ക്. എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. പ്ലീസ്. നീ ഏതാ? ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്, പ്ലീസ്. ശരി, വാ. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. നീ എത്തിയോ? കുറച്ചു നേരമായി വന്നിട്ട്. അച്ഛൻ്റെ ബൈബിൾ വായന മുടക്കണ്ടെന്ന് കരുതി ഇവിടെ നിന്നുപോയതാ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനാണ് വിളിപ്പിച്ചത്. വാ, പറയാം.
അച്ഛൻ തിരുവനന്തപുരത്തിന് പോയി എന്ന് കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ. അച്ഛൻ അവനെ കാണാൻ പോയതാണെന്നും എന്നെ വിളിപ്പിച്ചത് കല്യാണക്കാര്യം പറയാനാണെന്നും. ഞാൻ സമ്മതിക്കുകയില്ല അച്ചോ, സമ്മതിക്കുകയില്ല. ആ പിഴച്ചവളെ കൊണ്ട് അവനെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അച്ഛൻ അവന്റെ എല്ലാ തോന്നിവസത്തിനും കൂട്ടു നിൽക്കുന്നേ. പിഴച്ചവള് ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പിഴയ്ക്കാത്ത എത്ര പേരുണ്ട്. പിന്നെ നീ പറഞ്ഞ ആ പിഴച്ചോളില്ലേ, അവളെ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ അമ്മയ്ക്ക് മരുന്നും വെള്ളവും കൊടുക്കാൻ. സ്വന്തം അമ്മയെ പോലും തിരിഞ്ഞു നോക്കാത്ത നിനക്കൊക്കെ എന്ത് അവകാശമാടാ അവളെ കുറ്റം വിധിക്കാൻ? അത് പിന്നെ അവള് കാരണമല്ലേ എല്ലാം സംഭവിച്ചത്. അമ്മയും അവന്റെ തോന്നിവസത്തിന് കൂട്ടുനിന്നു. നീയും നാട്ടുകാരും വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങൾ. ഒരു വലിയ കാര്യമാവൻ ചെയ്തത്, മറ്റാർക്കും ചെയ്യാനാവാത്തത്. പിന്നെ ഒരു വലിയ കാര്യം, അവളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലച്ചോ. സാഹചര്യങ്ങൾ മൂലം പിഴച്ചുപോയൊരു പെൺകുട്ടിക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാൻ ഏത് ചെറുപ്പക്കാരൻ തയ്യാറാവും? പാപബോധവും പശ്ചാത്താപവുമാണ് ഏറ്റവും വലുത്. അത് രണ്ടും അവൾക്കുണ്ട്. തമ്പുരാന്റെ കോടതിയിൽ അവൾ കുറ്റക്കാരിയല്ല, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് തിരക്കുണ്ട്, അച്ഛൻ വിളിപ്പിച്ച കാര്യം പറ. ആ, എന്നാ പിന്നെ നീ ആ വാതിൽ അങ്ങടച്ചേക്ക്, ഞാൻ കാര്യം പറയാം. അമ്മേ, ആ, നീ വന്നോ? ബൈക്കിന്റെ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ആരാ മോനെ ഇത്? അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാം പറയാം. കുറച്ചു ദിവസത്തേക്ക് ഇവളിവിടെ ഒന്ന് നിർത്തണം. മോളുടെ പേര്? ജാസ്മിൻ. വാ. വക്കീലിനെ കണ്ട് കാര്യം പറഞ്ഞാ എല്ലാത്തിനും ഒരു പരിഹാരം അയാൾ പറഞ്ഞു തരും. അല്ല, നിന്നെയും ഞാൻ കുറ്റം പറയുന്നില്ല. ആബേലിന്റെ രക്തക്കറ ഇപ്പോഴും നമ്മെ പിന്തുടരുന്നുണ്ട്. മതി അച്ചോ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വേണ്ടത് ചെയ്തോളാം അച്ചോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹം വഞ്ചനയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആദ്യം അയാൾ, പിന്നെ അയാളുടെ ഫ്രണ്ട്സ്. ഞാൻ വെറും ഒരു കമ്മോഡിറ്റി. സഹിക്കാൻ കഴിഞ്ഞില്ല. നെവർ. സ്നേഹം ഒരിക്കലും ആരെയും വഞ്ചിക്കുന്നില്ല. സ്വാർത്ഥത അത് എല്ലാവരെയും വഞ്ചിക്കും, വഞ്ചിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹവും സ്വാർത്ഥതയും തമ്മിലുള്ള അതിരുകൾ വളരെ നേർത്തതാണ്. പിന്നെ ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്നത് ഒരുതരം കള്ള നാണയമാണ്. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചിട്ടാണ് ഞാൻ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോന്നത്. തിരികെ ചെല്ലുമ്പോൾ തുറന്നു തരാൻ ഒരു വാതിൽ പോലും എന്റെ മുന്നിലില്ല. വാതിലുകൾ അടയ്ക്കാൻ മാത്രമുള്ളതല്ല, തുറക്കാനും കൂടി ഉള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു വാതിൽ തനിക്കും ഉണ്ടാകും, പേടിക്കണ്ട. എന്റെ മണവാട്ടി, ലെബനോനിൽ നിന്ന് എന്റെ കൂടെ വരിക. അതെ, ലെബനോനിൽ നിന്ന് എന്റെ കൂടെ പോരുക. അമാന കൊടുമുടികളിൽ നിന്ന് ഇറങ്ങിപ്പോരുക. ഷനീറിന്റെയും ഹെർമോന്റെയും കൊടുമുടികളിൽ നിന്ന്, സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന്, പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന്,
എൻ്റെ കൂടെ ഇറങ്ങി വരിക. അച്ചോ. ആ നീയോ? നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. കാലത്ത് പള്ളി വെച്ച് നിന്റെ അമ്മ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നീ ഇതെന്നാ ഭാവിച്ച? അച്ഛൻ കേറ്, ഞാൻ പറയാം. എന്നാകട്ടെ. നീ പറയുന്നത് വലിയ കാര്യങ്ങളാ, എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്റെ ചേട്ടൻ ജൂണിയും നാട്ടുകാരും നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുവോ? അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യ. പിന്നെ അമ്മച്ചി, എൻ്റെ അമ്മച്ചിയല്ലേ, സമ്മതിക്കും, എനിക്കുറപ്പാ. നിക്ക്, തീരുമാനിക്കാൻ വരട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അച്ഛൻ ആലോചിച്ചോ, പക്ഷെ ഞാൻ തമ്പുരാന് വാക്കുകൊടുത്തു. എന്ത്? ഇനി ഈ ചെന്നായ്ക്കളുടെ ലോകത്തേക്ക് അവളെ പറഞ്ഞയക്കില്ല എന്ന്. ഞാൻ എന്തായാലും ഇറങ്ങാച്ചോ, ഓഫീസിലെത്താൻ നേരായി. ദൈവം അനുഗ്രഹിക്കട്ടെ. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസേയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ലത്തീഫ്. ഞാൻ ആ ഹെലിപ്പാഡ് വരെ ഒന്ന് പോവാ. ഇത്തവണ നമുക്ക് മരുന്ന് കളിക്കൽ ഹെലികോപ്റ്ററിലാവാം. ഹെലിപ്പാഡ് വൃത്തിയാക്കാൻ നല്ല പണിയുണ്ട് സാറേ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ സാർ. ശരി. മോളെ, ഇത് എത്രാമത്തെ തവണയാ നീ മുറി അടിച്ചു വരെയും ഫോട്ടോ തുടച്ചു മിനുക്കുകയൊക്കെ ചെയ്യുന്നത്? അവൻ വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയില്ലേ? മോള് വിഷമിക്കാതെ. ജെയിംസ്, എന്തു പറ്റി? എനിത്തിങ് റോങ്? അമ്മച്ചി താഴെയാണോ? ആ അതെ, കഞ്ഞി കുടിക്കാൻ വിളിക്കാൻ പറഞ്ഞ എന്നെ വിട്ടത്. ഞാൻ ഇന്ന് അവനെ കണ്ടു. ആരെ? നിന്നെ ചതിച്ച ആ ചെന്നായി. എന്നിട്ട്? ലത്തീഫേ, ഈ ഹെലിപ്പാഡ് നാളെ തന്നെ വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ശരി. ആരാ? എന്താ വേണ്ടത്? ആദ്യത്തെ ചോദ്യം അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തതിന് ഞാൻ മറുപടി പറയാം. എന്ത്? എനിക്ക് വേണ്ടത് അവളെയാ, ജാസ്മിനെ. അവളെ കൊണ്ട് ഭാവിയിൽ എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നീ വഴിമാറ്, എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. പക്ഷേ എനിക്ക് തിരക്കില്ല. തൽക്കാലം നീ പറഞ്ഞിട്ട് പോയാ മതി. താക്കോൽ എടുക്കരുത്. നിന്നോട് താക്കോൽ എടുക്കരുതെന്ന് തരില്ല ഞാൻ. താക്കോൽ താക്കോൽ തരാൻ.
എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും കണ്ടോ? പക്ഷെ ഞാനൊന്നും ചെയ്തതല്ല. പാതാളക്കൊല്ലിയിലേക്ക് അവൻ തനിയെ കാൽ വഴുതി വീണതാ. ഞാനൊന്നും ചെയ്തതല്ല. ഞാനൊന്നും ചെയ്തതല്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ചോ. ഈ പാപിയോട് ക്ഷമിക്കണം അച്ചോ. ഞാൻ ചെയ്ത പാപം എത്ര വലുതാന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ക്ഷമിക്കേണ്ടത് ഞാനല്ല, ഇവളാ, നിന്റെ അമ്മ. സ്വന്തം കൂടപ്പിറപ്പിനെതിരെയാ നീ കള്ളസാക്ഷി പറഞ്ഞത്? അതോ കേവലം ദുരഭിമാനത്തിന്റെ പേരിൽ? അമ്മേ, ദേ പോലീസ്. സ്വന്തം സഹോദരനെയാ നീ ഇല്ലായ്മ ചെയ്തത്. ദൈവം നിന്നോട് പൊറുക്കട്ടെ. അച്ചോ, അത്യാവശ്യമായി വരാൻ പറഞ്ഞ് ഇന്നലെ ജയിലർ വിളിച്ചപ്പോ ജീവനില്ലാത്ത ജെയിംസിന്റെ ശരീരം തിരിച്ചറിയാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈസ്റ്ററിന് വരുമെന്ന് പറഞ്ഞത് നമുക്കൊരു സർപ്രൈസ് നൽകാനായിരുന്നു. ഇന്നലെ തന്നെ അവന് പരോള് കിട്ടിയിരുന്നു. ഇങ്ങോട്ട് വരും വഴി ഹൈവേയിൽ വെച്ചൊരു ആക്സിഡന്റ്. പാതിരാത്രിയില് ഏതു വണ്ടി ആര് ചെയ്തു ഒന്നും അറിയില്ല. വയ്യച്ചോ, എനിക്ക് വയ്യ. എന്റെ മോൻ, എന്റെ മോന്. മേരിക്കുട്ടി, ഇപ്പൊ നിന്നോട് പറയുന്നത് ശരിയാണോന്നറിയില്ല, എങ്കിലും പറയുകയാ. സ്വന്തം മകൻ കൺമുമ്പിൽ പിടഞ്ഞു മരിച്ചപ്പോൾ അത് സഹിച്ചൊരമ്മ നിനക്ക് മാതൃകയായി കാവലുണ്ട്. മാതാവ് നിന്നെ ശക്തിപ്പെടുത്തും. പക്ഷെ അച്ചു, അവനെയും കാത്ത് നിമിഷങ്ങൾ എണ്ണിയിരിക്കുന്ന എന്റെ മോളോട് ഞാൻ എന്ത് പറയും? ജെയിംസ്, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അകത്തേക്ക് വരൂ. അമ്മച്ചിയും ജോണിച്ചായനും പള്ളി കഴിഞ്ഞ് എത്തിയില്ല. അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന്. ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് ഞാൻ നേരെങ്ങ് പോന്നു. എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? ജെയിംസ് എന്താ ഒന്നും പറയാത്തെ? എനിക്കറിയാം, ഒത്തിരി അനുഭവിച്ചൂലേ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. നീ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കേ, ഞാനിപ്പോ വരാം.
എല്ലാരും സമയത്ത് തന്നെ വന്നല്ലോ. അമ്മേ, ജെയിംസ് വന്നു. അമ്മേ, ജോണിച്ചായ, ജെയിംസ് വന്നു. ജെയിംസ് വന്നു, ഞാൻ കണ്ടു. ജെയിംസ് വന്നപ്പോ ഇവിടെ ഞാൻ മാത്രം. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ പറഞ്ഞു. പാവം, വല്ലാതെ മാറിയിരിക്കുന്നു. നീ പറയണത് നേരാണോ കൊച്ചേ? കൊള്ളാം. ഇതെന്താ ചോദ്യ ജോണിച്ചായ? എനിക്ക് അറിഞ്ഞൂടെ ജെയിംസിനെ? പ്രാർത്ഥന മുറിയിലേക്കാ പോയത്. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ജെയിംസ്, ജെയിംസ്, ജെയിംസ്. ജെയിംസ്! ജെയിംസ്! അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്?